1999 ജനുവരി 21 രാത്രിയാണ് ലോകത്ത് ഞെട്ടിച്ച സംഭവം നടന്നത്. ഒഡീഷയിലെ ആദിവാസികളടക്കം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ 10-6 വയസ്സുള്ള ഫിലിപ്പിനെയും തിമോത്തിയെയും വാഹനം ആക്രമിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ചുട്ടുകൊല്ലുകയായിരുന്നു. ബജ്രംഗ് ദൾ നേതാക്കളായ ദാരാസിംഗും മഹേന്ദ്ര ഹെബ്രാമും അടക്കം 52 പേർ അറസ്റ്റിലായി. കേസ് CBI ഏറ്റെടുത്തെങ്കിലും ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ പ്രതിപട്ടികയിൽ നിന്ന് ആളുകൾ ഒഴിവാകുന്നതാണ് കണ്ടത്. BJP അധികാരത്തിലേറിയതിന് പിന്നാലെ പ്രധാന പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് നല്ല നടപ്പിന്റെ പേരിലെ ജയിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹെബ്രാം പുറത്തിറങ്ങിയത്. മാലയിട്ടാണ് ഹെബ്രാമിനെ ജയിലധികൃതർ വിട്ടയച്ചത്. പുറത്തിറങ്ങിയ ഹെബ്രാമിനെ ബജ്രംഗ് ദൾ അടക്കം പാർട്ടികൾ സ്വീകരിച്ചു. മുഖ്യപ്രതിയായ ദാരാസിംഗിനെ വിട്ടയക്കാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി MLA ആയിരുന്ന കാലം മുതലേ ശ്രമം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ദാരാസിംഗിന്റെ മോചനവും വൈകിയേക്കില്ല. പ്രതികളെ മോചിപ്പിച്ച BJP സർക്കാരിന്റെ നടപടിയിൽ ക്രൈസ്തവ സഭകൾക്ക് കടുത്ത അമർഷമുണ്ട്. ഒരു വശത്ത് സഭകളോടെടുക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് എതിരായി നീങ്ങുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പല വേദികളിലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഇവിടെ ലവ് ജിഹാദ് ഏറ്റുപിടിച്ചതിൽ ചില ബിഷപ്പുമാരുമൊക്കെ ഉണ്ടെന്ന് നാം ഓർക്കണം. ബിഷപ്പുമാർ അങ്ങനെ പറയുവാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരിൽ സഭയുടെ സ്വത്തെടുത്ത് പുട്ടടിച്ചതിന്റെ കേസുണ്ട്. CBI അന്വേഷിക്കുമ്പോൾ അതിന് കൃത്യമായ വിടുതൽ കിട്ടുവാൻ ഇതേ മാർഗമുള്ളൂ. അപ്പോൾ ലവ് ജിഹാദ് വലിയ പ്രശ്നമാണെന്നും പൗരത്വ ഭേദഗതി നിയമം പ്രശ്നമല്ല എന്നുമാണ് നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാർ പറയുന്നത്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിമിനെ അടിക്കുവാനുള്ള വടിയാണ് ഇപ്പോൾ ഒടിച്ചു വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 1992 1992 ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ വെറുതെ പനി വന്ന് മരിച്ചതല്ല. അന്ന് നിപ്പായും കൊറോണയും ഒന്നുമില്ല. അദ്ദേഹത്തെ സംഘപരിവാരം ചുട്ടുകൊന്നതാണ്. തൽക്കാലം ക്രിസ്ത്യാനിക്കുള്ള വടി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് മുസ്ലിമിനെ തീർത്തിട്ടാവാം എന്ന് കരുതിയിരിക്കുന്നതാണ്. അപ്പോ ഈ ലവ് ജിഹാദ് ഏറ്റുപിടിക്കുന്നവർ ഓർക്കണം, അവിടെയും ഉണ്ടായിരുന്നു. ഹിറ്റ്ലറുടെ ജർമ്മനിയിലും ഉണ്ടായിരുന്നു. ജൂതന്മാരെ വിവാഹം കഴിക്കരുത്, ജൂതന്മാരുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടരുത്, അഥവാ അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ശിക്ഷകൾ കൊടുക്കുമെന്നൊക്കെയുള്ള നിയമങ്ങൾ. പിന്നെ ഈ അടുത്ത കാലത്തായി വാട്സപ്പിൽ ഹിന്ദു എണ്ണയുടെ ഒരു ഇത് വന്നിരുന്നു അല്ലേ, ഫേസ്ബുക്കിലാണ് വന്നത്. നമ്മുടെ മുൻ DGP ആണ് അത് എഴുതിയത്. ഈ മനുഷ്യനൊക്കെ നമ്മുടെ DGP ആയിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ജീവനോടെ ഉണ്ടെന്നുള്ള ആശ്വാസം മാത്രമാണ് നമുക്ക് മിച്ചമായിട്ടുള്ളത്. കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്ന ഹിന്ദുക്കളൊക്കെ ഹിന്ദു എണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന്. നമ്മളൊക്കെ മരോട്ടി എണ്ണ മുതൽ വെളിച്ചെണ്ണ വരെ കാണുന്നവരാണ്. ഹിന്ദു എണ്ണ എന്നാന്ന് അറിയില്ല. അത് ഹിന്ദുവിന്റെ എണ്ണ പിഴിഞ്ഞെടുക്കുന്ന ചിലരൊക്കെ കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ട് എന്നറിയാം. അവരിവിടെ ചില എണ്ണയുടെയും പെട്രോളിന്റെയും ഒക്കെ വില കുറയ്ക്കുമെന്ന് കരുതി വന്നാണ്. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞു. നിങ്ങളാരും വിശ്വസിക്കുന്നുണ്ടാവില്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വലിയ താമസമില്ലാതെ മില്ലി ലിറ്ററിന് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന കാലം വലിയ ദൂരെയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ DGP പറഞ്ഞത് ഹിന്ദു എണ്ണയെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങളുമായി മാത്രമേ സഹകരിക്കാവൂ എന്നാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ സാധനങ്ങളൊക്കെ നമ്മളെ കടിക്കുമോ? അങ്ങനെയല്ലല്ലോ. ഇതേപോലെ തന്നെയായിരുന്നു ജൂതന്മാരുടെ ജർമ്മനിയിൽ. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മണ്ടന്മാരാണെന്ന്. കൃത്യമായ പദ്ധതിയോടുകൂടി നമ്മുടെ മനസ്സിൽ വിഷം പാകുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇടുന്നത്. ജൂതന്മാരുടെ ജർമ്മനിയിൽ, നാസികളുടെ ജർമ്മനിയിൽ ജൂതന്മാരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് വിലക്കുകൾ ഉണ്ടായിരുന്നു. ഇനി അടുത്ത സമാനതയാണ് ഈ മങ്കി ബാത്ത് ഇവിടെ ഉള്ളതുപോലെ അവിടെ ഗീബൽസിയൻ നുണകളുടെ റേഡിയോ സംപ്രേഷണം ഉണ്ടായിരുന്നു. ഒരു കളവ് 1000 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ അതൊരു സത്യമായി ആളുകൾ വിശ്വസിക്കുമെന്ന് നമ്മുടെ വാട്സപ്പ് കേശവമാമന്മാർക്ക് വളരെ കൃത്യമായി അറിയാം. അവർ പറയും 5 തലയുള്ള നാഗം, പിന്നെ എന്താണ്, ഒരു 12 വർഷം 36 വർഷം 300 വർഷം കൂടുമ്പോൾ പൂക്കുന്ന ശിവലിംഗ പുഷ്പം, വെസ്റ്റ് ഇൻഡീസിന്റെ ദേശീയ പുഷ്പം എടുത്തിട്ടാണ് ഇവർ ഈ പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പൂക്കുന്നുണ്ട്. ഇത് ഇവരുടെ തലയിൽ പൂപ്പൽ പിടിച്ചിടക്കാരനാണ്, ഇവർക്കതറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിക്കുവാനായി നമ്മുടെ വസ്തുതകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തെന്നിച്ചു മാറ്റുന്നതിന് വേണ്ടി ഇവിടെ നുണകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളായി, ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ ഇടങ്ങളായി ഈ റേഡിയോ സംപ്രേഷണവും സോഷ്യൽ മീഡിയയും ഒക്കെ ഇവിടെ മാറുന്നു. അന്നത്തെ കാലത്ത് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹിറ്റ്ലർക്ക് അത്ര പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് കുറച്ചുകൂടി മിടുക്കൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നമ്മോട് പറഞ്ഞു ഇതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന്. പ്രശ്നമുണ്ടോ ഇല്ലയോ, ആർക്കും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന്.
നാം ഡൽഹിയുടെ തെരുവിൽ കണ്ടതാണ്. ആർക്കും പൗരത്വമല്ല, 52 പേർക്ക് ജീവനാണ് നഷ്ടപ്പെട്ടത്. അവരുടെയൊക്കെ ആധാർ കാർഡൊക്കെ സേഫ് ആയിട്ടുണ്ടാവും, പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു. ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ നിയമം വരുന്നത് കൊണ്ട്, ന്യൂറംബർഗ് പൗരത്വ നിയമം വരുന്നത് കൊണ്ട് ഒരു ജൂതനും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പൗരത്വ രജിസ്റ്റർ എടുത്തു വെച്ച് ജൂതന്മാരെ മാറ്റി നിർത്തിയിട്ട് ജൂതന്മാരോട് ഹിറ്റ്ലർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി മാറി നിൽക്കൂ. മാറി നിന്ന ജൂതന്മാരോട് ഓരോ കുഴികൾ എടുക്കുവാൻ പറഞ്ഞു. കുഴികൾ എടുത്ത ജൂതന്മാരോട് കുഴിക്ക് നേരെ നിൽക്കുവാനും അങ്ങനെ നിന്ന ജൂതന്മാരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ വെടിയുണ്ട പായിക്കപ്പെട്ട ജൂതന്മാരൊക്കെ ആ കുഴിയിൽ തന്നെ ഇട്ടുമൂടുകയായിരുന്നു ചെയ്ത്. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ BJP പ്രസിഡന്റിനെ പോലെ അവിടെയും വിരസത വന്നു. എന്തിനാണ് ഒരു വെടിയുണ്ടയൊക്കെ പായിക്കുന്നത്, അതൊക്കെ പാഴ്ചെലവല്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഗ്യാസ് ചേംബറുകൾ വന്നത്, ഡിറ്റൻഷൻ ക്യാമ്പുകൾ വന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വന്നത്. സുഖമായിരുന്നില്ല അവിടെ കരിം പട്ടിണിയും വിഷവാതകവും കൊടിയ പീഡനങ്ങളുമായിരുന്നു. 1943 ആ ഗ്യാസ് ചേംബറുകളിൽ നിന്ന് രക്ഷപ്പെട്ട ജൂതന്മാർ, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ജൂതന്മാർ അവശേഷിക്കുന്ന അല്പപ്രാണനുമായി പുറത്തു വന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തൊരു ദൈവമുണ്ട് എങ്കിൽ തീർച്ചയായും ആ ദൈവം ഞങ്ങളോട് ചില മറുപടികൾ പറഞ്ഞേ തീരുവെന്ന്. അത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു ആ ഗ്യാസ് ചേംബറുകളിൽ നടന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയും ഡിറ്റൻഷൻ ക്യാമ്പുകളൊക്കെ രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ളതിന് മുമ്പുള്ള പ്രാസംഗികർ പറയുന്നത് ഞാൻ ഓൺലൈനായിട്ട് കേട്ടു. ഉണ്ട്. ആസാമിൽ 9 ഡിറ്റൻഷൻ സെന്ററുകളാണുള്ളത്. പഞ്ചാബിലെ തരൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കറിയാം, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന കൂട്ടക്കുരുതി നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ചോര ചിന്തിയേട് നടന്ന സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറേ ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഡിറ്റൻഷൻ സെന്റർ തരൺ എന്ന് പറയുന്ന സ്ഥലത്തൊരുങ്ങുന്നു. രാജസ്ഥാനിലെ അൽവാർ എന്ന് പറയുന്ന സ്ഥലത്ത്, അൽവാർ എന്ന് പറയുന്ന അടുത്ത കാലത്ത് പ്രശസ്തി നേടിയത് മറ്റൊരു രീതിയിലൂടെയാണ്. അവിടെ ഗോപാലകരായ മുസ്ലിങ്ങളെ ഗോഘാതകരെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിന്റെ ആളുകൾ വഴിയിലിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഡിറ്റൻഷൻ സെന്റർ രൂപം കൊള്ളുന്നു. ബാംഗ്ലൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ. ഇനി സൗത്ത് ഇന്ത്യയിൽ ഡിറ്റൻഷൻ സെന്റർ ഇല്ല എന്നുള്ള പരാതി വേണ്ട, കേന്ദ്ര സർക്കാർ നീതി പാലിച്ചിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിലും ബാംഗ്ലൂരിന് 40 കിലോമീറ്റർ അകലെ ഡിറ്റൻഷൻ സെന്റർ രൂപം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണോ നാസി ജർമ്മനി ഓരോ രീതിയിലും അവിടുത്തെ പൗരന്മാരുടെ അധികാരാവകാശങ്ങളിൽ കൈകടത്തിക്കൊണ്ട് അവിടുത്തെ പൗരന്മാർക്ക് ഭീഷണിയായത്, അതിനെ ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘപരിവാര സർക്കാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം നെഗറ്റീവായ കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യവുമുണ്ട്. നിങ്ങൾക്കറിയാം, ഹിറ്റ്ലർ കൊല്ലപ്പെട്ടത് ആ ഏപ്രിൽ 30-ന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് ഒരു തുരങ്കത്തിൽ വെച്ചായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും ഒരു തുരങ്കം നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ സ്വന്തം വാസസ്ഥലത്ത് നിന്ന് പാർലമെന്റിലേക്ക്. ചില ആവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ രീതിയിലും നാസി ഭരണകൂട ഭീകരതയ്ക്ക് തുല്യമായി ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുമ്പോഴും നമുക്കൊക്കെ സംശയം തീരുന്നില്ല. നമുക്ക് കോടതികളിൽ കേസുകളൊക്കെ കൊടുത്തിട്ടില്ലേ? പിന്നെ എന്തിനാണ്? മുമ്പേ ഹരീഷ് വാസുദേവൻ പറഞ്ഞല്ലോ, IT ആക്ടിന്റെ 66 ഇന്ത്യൻ കോടതികൾ തന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത്? കോടതികൾ നമുക്കൊപ്പം നിന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നാം ഇപ്പോ ഇതുപോലെ ഈ വൈകുന്നേരം ഇത്രയും വൈകിയിരിക്കുന്ന അതേ പ്രായമായ മനുഷ്യർ, സ്വാതന്ത്ര്യ സമരവും പലായനവും ഒക്കെ കണ്ടിട്ടുള്ള കണ്ണുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. കുട്ടികൾ അവര് ഉറക്കം വന്ന് തൂങ്ങിയിട്ടും ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തിനാണ് ആളുകളെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഈ 66 ഒക്കെ റദ്ദാക്കിയ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റു ചില കാര്യങ്ങളൊക്കെ വന്നത്. ഈ സംഘപരിവാരം വന്ന ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞു, വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ഹരീഷ് വാസുദേവൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. മേരെ പ്യാരെ ദേശവാസിയോ എന്ന് പറഞ്ഞുകൊണ്ട് 2016 നവംബർ മാസം 8-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ കയ്യിലിരുന്ന കറൻസി നോട്ടുകളെയൊക്കെ കടലാസിലെഴുതി അശ്ലീലമാക്കി മാറ്റിയ രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുവാനോ നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ കയ്യിൽ നയാ പൈസ ഇല്ലാതാവുകയും നമ്മുടെ കയ്യിലിരുന്ന കറൻസി നോട്ടുകളൊക്കെ യാതൊരു വിലയില്ലാതാവുകയും പിറ്റേ ദിവസം ബാങ്കിൽ എവിടെ നിന്നൊക്കെയോ
ഈ ക്യാരറ്റിൻ്റെയും തക്കാളിയുടെയും ഒക്കെ നിറത്തിലുള്ള പച്ചക്കറി നോട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്ത ആ രാത്രി നമ്മൾ പുറത്തോട്ടിറങ്ങുകയോ ഒന്ന് മുദ്രാവാക്യം വിളിക്കുകയോ പ്രതിഷേധത്തിൽ ഒന്ന് ചുമയ്ക്കുകയോ പോലും ചെയ്തില്ല. കാരണം എന്താണ്? നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ കോടതി, ഭരണഘടനാ സ്ഥാപനം ഈ നിയമവിരുദ്ധമായി ധൃതി പിടിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഈ നടപടിക്കെതിരെ തീർച്ചയായും ഒരു തീരുമാനമെടുക്കും, നമ്മളെ കേൾക്കും, ഉത്തരവിടും. ഇന്ന് വരെ ആർക്കെങ്കിലും പറയാമോ ആ ഡിമോണിറ്റൈസേഷൻ കേസിൽ, നോട്ട് നിരോധന കേസിൽ എന്താണ് ഉത്തരവെന്ന്? നമ്മുടെ പാവം പിടിച്ച സുപ്രീം കോടതിക്ക് ഇതുവരെ ആ കേസ് പൂർണ്ണമായും കേൾക്കുവാനുള്ള സമയം വന്നിട്ടില്ല. ഇനി ഈ ഷഹീൻ ബാഗ് സമരം നടക്കുന്നുണ്ടല്ലോ, അത് കാളിന്തി കുഞ്ചിലെ 13A എന്ന് പറയുന്ന റോഡിലാണ്. ആ ഒരു റോഡ് കുറെ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമീപ പ്രദേശത്തെ കുറച്ച് ധനികരായ ആളുകൾക്ക് അവരുടെ വലിയ വണ്ടികളുമായി അതിലെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, സത്യമാണ്. അത് നമ്മുടെ സുപ്രീം കോടതിയെ അസ്വസ്ഥമാക്കി. അനുച്ഛേദം 19 അനുസരിച്ച് യാത്രാ സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കുന്ന നാടാണല്ലോ. ഭരണഘടന ഇങ്ങനെ ലംഘിക്കപ്പെടുകയോ പ്രതിഷേധക്കാരിങ്ങനെ നിയമം കയ്യിലെടുക്കുകയോ എന്നൊക്കെയുള്ള വ്യാകുലത സുപ്രീം കോടതിയിൽ കേട്ടു. പക്ഷെ ഈ സുപ്രീം കോടതി ഇതുവരെയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഏതാനും മാസങ്ങളായി നമ്മുടെ ഒരു മുൻ സംസ്ഥാനം എന്ന് പറയാനേ പറ്റുകയുള്ളൂ, അനുച്ഛേദം 370 എടുത്തു മാറ്റുകയും സംസ്ഥാന പദവി തന്നെ നിർത്തലാക്കുകയും അവിടുത്തെ എല്ലാ റോഡുകളും അടച്ചു വെക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ കേസും പൂർണ്ണമായും ഇതുവരെയും കേട്ടിട്ടില്ല. ഇനി മറ്റൊന്ന്, ജഡ്ജ് ലോയ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ചു മുമ്പ് ഹരീഷ് പറഞ്ഞു പോയതാണ്, അതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറെക്കുറെ വിശദാംശങ്ങൾ. ഒരുപാട് നമ്മൾ വായിച്ചതാണ്, കേട്ടതാണ്, കേസ് നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞതാണ്. നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് ജഡ്ജ് ലോയ എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ ഒരു ദിവസം വെറുതെ അങ്ങ് മരിച്ചു പോയതല്ല, സ്വാഭാവികമായ മരണമല്ല. സംശയമുണ്ടായിരുന്നു. നമ്മൾ കോടതിയെ സമീപിച്ചു. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ജഡ്ജ് ലോയയുടെ മരണത്തിൽ യാതൊരു ദുരൂഹതയുമില്ല എന്ന്. അപ്പോഴും ഇവിടെ ഇരിക്കുന്ന സകലമാന ആളുകളുടെയും മനസാർത്തിരമ്പി പറയുകയാണ് ജഡ്ജ് ലോയ കൊല്ലപ്പെട്ടതാണ് എന്ന്. നമ്മൾ ഒരു മുദ്രാവാക്യം അപ്പോഴും വിളിച്ചില്ല. ഇനി ഏതാണ് അടുത്ത കേസ് വന്നത്? പണ്ടൊക്കെ ഈ ഓണാട്ടുകര ഭാഗത്തൊക്കെ ആരേലും പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പറയായിരുന്നു പോയങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന്. ഇപ്പൊ പറയാൻ ഒരു പള്ളി ഉണ്ടോ? പള്ളിയില്ല. പള്ളി പൊളിച്ചവർക്ക് എടുത്തു കൊടുത്തു. ഏത് കേസിലാണ്? അയോധ്യ കേസിനകത്ത്. അയോധ്യ കേസിന്റെ ജഡ്ജ്മെന്റ് വരുമ്പോ ഞാനിങ്ങനെ ഒരു മംഗളം ചാനലിൽ റിപ്പോർട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു മുഴുവനായി ജഡ്ജ്മെന്റ് വന്നിട്ടില്ല, ഇപ്പൊ പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. അവർ പറഞ്ഞു ഞങ്ങൾ ഓരോന്നായിട്ട് മാഡത്തിനെ അപ്പോൾ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് അതിൻ്റെ നിയമപരമായ റെസ്പോൺസ് പറഞ്ഞാൽ മതി. ചരിത്ര ദൗത്യമല്ലേ, നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തുടങ്ങി വന്ന ഒരു കേസാണ്. ആ കേസിനകത്തൊരു ചാനലിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുവാൻ സാധിക്കുന്നു ഈ കേസിനെ സംബന്ധിച്ച്. നമ്മൾ ചരിത്രത്തിൽ കയറി നിൽക്കുകയും ചരിത്രമാവുകയും ചെയ്യുന്ന നിമിഷം സന്തോഷപൂർവ്വം ഞാൻ സമ്മതിച്ചു. അവർ പറഞ്ഞു ആദ്യത്തെ വരി ഇങ്ങനെയാണ്, ഇതൊരു മതപരമായ തർക്കമല്ല, ഇതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. ഞാൻ വളരെ അഭിമാനത്താൽ വിജൃംഭിതയായി. ഞാൻ പറഞ്ഞു നോക്കൂ, ഇങ്ങനെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇതൊരു മതപരമായ തർക്കമല്ല, കേവലമായ വസ്തുതർക്കമാണെന്ന് ഈ കേസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതാണ്. ഭരണഘടനയ്ക്കനുസരിച്ചാണ് ഈ കേസിൽ വിധി കൽപ്പിക്കുന്നത്. സംഘപരിവാരം ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നട്ടലുയർത്തിക്കൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനമായ കോടതി ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിന്ന് ലൈവായ കൊള്ളാമെന്ന് തോന്നി. കാരണം ആ മുഖത്തെ ആ എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് അവർ കാണുമല്ലോ. പക്ഷേ അടുത്ത സെന്റൻസ് വന്നു. 1949 ഡിസംബർ മാസം 22-നും 23-നും ഇടയ്ക്കുള്ള അർദ്ധരാത്രി ഫൈസാബാദിലെ ആ പള്ളിയിൽ രാംലല്ലയുടെയും സീതയുടെയും പ്രതിമകൾ കൊണ്ടുവച്ചത് തെറ്റ്. ഞാൻ പറഞ്ഞു നോക്കൂ, കോടതി നിർഭയം പറയുകയാണ് അവിടേക്ക് രാംലല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞു വാവ രാമൻ, ഈ രാമനാണ് ഭാര്യ സീത. അപ്പൊ ആ മൂർത്തി കൊണ്ടുവച്ചത് തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ശരിയല്ലേ? വളരെ ശരിയാണ്. അടുത്തത് 1992 ഡിസംബർ മാസം 6-ാം തീയതി പള്ളി പൊളിച്ചത് തെറ്റ്. അടുത്ത നിമിഷം
നരേന്ദ്രമോദി സർക്കാർ സംഘപരിവാരത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റുകൊടുത്തുകൊണ്ട് രാജിവെക്കുമെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. ഏതാണ്ട് ഈ കിലുക്കം സിനിമയിൽ ലോട്ടറി അടിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ഇനി ഒരു നമ്പർ കൂടെ മിച്ചം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കിട്ടുണ്ണിയുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഞാൻ കൃത്യമായിട്ട് എല്ലാ നമ്പറും ശരി പറ, ഞാൻ കോൺഗ്രസ് സർക്കാർ മേടിച്ച പോലെയായി. കാരണം പിന്നെ തെരഞ്ഞെടുപ്പാണ് 6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നതേ. അപ്പോൾ തെറ്റ്. അടുത്ത് പാരഗ്രാഫ് 790 കുറിച്ചുള്ളത് പറഞ്ഞു. ഇവിടെ ഈ പള്ളിയിൽ 1528 സ്ഥാപിതമായ ഈ പള്ളിയിൽ നമാസ് നടക്കുമായിരുന്നു എന്നുള്ളതിന് തെളിവില്ല. അതിപ്പം നമാസ് നടക്കുമ്പോൾ മുമ്പേ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് നമാസ് പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നത് അല്ലേ. അങ്ങനെയൊക്കെ നിർത്തി വെക്കും, ആളുകൾ സൈലൻ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ചിലർ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അതിന് പക്ഷേ ആരും രജിസ്റ്ററിൽ ഒപ്പ് വെക്കാറില്ല. അത് ശരിയാണ്, നമാസിൻ്റെ തെളിവൊന്നും ഉണ്ടാവാറില്ലല്ലോ. അടുത്തത്, ഈ നമാസിന് ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തിരുന്ന ഗ്രാന്റ് എന്ന് പറയുന്നത് പള്ളിയുടെ ഉടമസ്ഥാവകാശമല്ല, അതല്ല, നമാസിന്റെ ഗ്രാന്റ് അല്ലേ, അത് സമ്മതിച്ചു. അടുത്ത വരി, അവിടെ ഈ പള്ളി പൊളിച്ച ആളുകൾ അതിനു മുമ്പ് തന്നെ ആരാധന നടത്തുന്നില്ലായിരുന്നു എന്നുള്ളതിനും തെളിവില്ല. എന്നാലോചിച്ച് നോക്കിക്കേ, അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. മറ്റേ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയുടെ കൈവെള്ളയിലെ രേഖ മാത്രം മതി. അവർ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ മതി. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് അവസാനം പറഞ്ഞത്, ഈ ആരാധനാലയം പൊളിച്ച ആളുകൾക്ക് ആ സ്ഥലം വിട്ടു കൊടുക്കണമെന്ന് മാത്രമല്ല, മറിച്ച് അവർക്ക് പുതുതായി അവരുടെ ആരാധനാലയം ഉണ്ടാക്കുവാൻ ഈ മതേതര സർക്കാരിന്റെ ചിലവിൽ തന്നെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നുള്ളതും അതിനൊരു കാലപരിധി വെക്കുകയും ഒക്കെ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്? സംഘപരിവാരത്തിന് ഇഷ്ടമില്ലാത്ത ഉത്തരവുകൾ വരുമ്പോൾ നമ്മുടെ തെരുവുകൾ വളരെയധികം കലാപക്കളങ്ങളാകുന്നുവെന്നും, മറിച്ചാണ് എങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ശാന്തതയാണ്, ഒരു അഡ്മിൻ ഒള്ളിയാക്കി വാട്സപ്പ് ഗ്രൂപ്പുകൾ മാറുന്നു, ഉറക്കെ ഒരു നിശ്വാസം പോലുമില്ല, യാതൊരു പ്രതിഷേധവുമില്ല എന്നുള്ളത് കൊണ്ടാണ്. സംഘപരിവാരത്തിന് ഇഷ്ടമില്ലാത്ത, അപ്പൊ സംഘപരിവാരം പോലും എത്ര മാന്യത പാലിച്ചു എന്ന് വെക്കണം. അവരെത്രത്തോളം ഉദാരമതികളായി പറഞ്ഞു, ആരും തെരുവിൽ കലാപം ഉണ്ടാക്കരുത്. അവർക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, അവർക്കൊരു പ്രതിഷേധത്തിന്റെ ആവശ്യമില്ലല്ലോ. അവരുടെ ഇഷ്ടങ്ങളെല്ലാം പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്ത പോലെയല്ലേ കാര്യങ്ങൾ പോയത്. എന്നാൽ മറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ മതനിരപേക്ഷ കേരളത്തിന്റെ ഓരോ തെരുവുകളും എങ്ങനെ കലാപക്കളമായി എന്നും, കേരള മുഖ്യമന്ത്രിയുടെ ജാതി എന്തായിരുന്നു എന്നും, അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആരായിരുന്നു എന്നും വരെ നാമജപ ഘോഷയാത്രയിൽ നമ്മൾ കേട്ടതാണ്. അന്ന് ആ രീതിയിൽ കലാപമുണ്ടാക്കിയ ആളുകൾക്കൊക്കെ നാരങ്ങാവെള്ളവും ബോഞ്ചിയും ഒക്കെ പിഴിഞ്ഞുകൊടുത്ത ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സംഘപരിവാരക്കാരോട് പറയണം, ഡിറ്റൻഷൻ സെന്ററിൽ പച്ചവെള്ളമൊക്കെ കുടിച്ച് കിടക്കുമ്പോൾ ഇടയ്ക്ക് വന്ന ആ ബോഞ്ചിയുടെ ഒരു കണക്കൊന്ന് തീർത്ത് വല്ലപ്പോഴും ഒരു ബോഞ്ചി മേടിച്ചു തരാൻ, അതേ ഇപ്പോൾ നിർവാഹമുള്ളൂ.